എൻ്റെ നാട് പരവൂരിൻ്റെ ചരിത്ര പദങ്ങളിലൂടെ ഒരു യാത്ര. 13-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് തേരോട്ടം. ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഐതിഹ്യവും അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര ആയതുകൊണ്ടാണ് ഇത് തേരോട്ടമായത്. പുറ്റിങ്ങൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള തേരോട്ടത്തിൻ്റെ 3-ാം ഭാഗമാണ്. എത്ര പറഞ്ഞാലും മതി വരാത്ത സംഭവ പരമ്പരകൾ നീണ്ടു കിടക്കുന്ന പുണ്യഭൂമി. അതാണ് പുറ്റിങ്ങൽ ദേശത്തിൻ്റെ സവിശേഷത, എൻ്റെ നാടിൻ്റെ വിസ്മയപ്പെരുമ. അതിൽ ഇവിടുത്തെ ഉത്സവമാണ് കേൾവി കേട്ടത്. അപ്പോൾ ഉത്സവം എന്നാൽ മീനഭരണി. കത്തുന്ന മീനച്ചൂടിനെയും നിഷ്പ്രഭമാക്കുന്ന ഉത്സവലഹരി. ഉത്സവ ദിനങ്ങളിൽ 10,000-ങ്ങളാണ് പുറ്റിങ്ങൽ മൈതാനത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. കലയുടെ മാമാങ്കം തന്നെയാണ് 7 ദിനരാത്രങ്ങളും. ലോകത്തിലെ ഏറ്റവും വലിയ കരിമരുന്ന് ദുരന്തം നടന്നതും നമ്മുടെ ഈ മണ്ണിൽ തന്നെയാണ്. അതും ഞങ്ങൾ അതീവ ദുഃഖത്തോടെ ഓർക്കുന്നു. ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? ആ കാഴ്ചകളിലേക്ക്, സംസ്കൃതിയിലേക്ക്, ചരിത്രഗാഥകളിലേക്ക് ഈ തേര് ഉരുളുകയാണ്. നമുക്കും എൻ്റെ നാടിൻ്റെ തേരോട്ടത്തിൽ പങ്കാളിയായാലോ? അപ്പൊ പോയാലോ? പതിവ് പോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ. Jewel Junction Media. മീനമാസത്തിലെ ഭരണിനാളിലാണല്ലോ പുറ്റിങ്ങലമ്മയുടെ ഉത്സവം. ഉത്സവമെന്നാൽ മീനഭരണിയാണ് മഹോത്സവം. പുറ്റുങ്ങൽ മീനഭരണി തെക്കൻ കേരളത്തിലെ ഏറ്റവും ഖ്യാതി നേടിയ ഉത്സവമാണ്. ദേശീയ ഉത്സവമായാണ് എൻ്റെ നാടിന്റെ ആബാലവൃത്ത ജനങ്ങളും ഇത് ആഘോഷിക്കുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും തിരുസന്നിധിയിൽ ഒഴുകിയെത്തും. എൻ്റെ നാടിന്റെ സാംസ്കാരിക തനിമയുടെ പൂർണ്ണ കുംഭമാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന മീനഭരണി. മത്സര കമ്പത്തിനു വേണ്ടിയാണ് മരമെടുപ്പ് എന്ന ആചാരം. രേവതി നാളിൻ്റെ ത്രിസന്ധ്യാ നേരത്ത് കുറുമണ്ടൽ, കോങ്ങാൽ, കൂനയിൽ, പൊഴിക്കര എന്നീ 4 ചേരികളിൽ നിന്ന് ആവേശത്തിമിർപ്പോടെ കമ്പമരം ക്ഷേത്രസന്നിധിയിലെത്തും. കമ്പമരത്തിന് അകമ്പടിയായുള്ള താളമേളങ്ങളുടെയും തീപ്പന്തങ്ങളുടെയും കമനീയമായ മഞ്ഞപ്രഭയിൽ പുറ്റുങ്ങൽ ദേശം സ്വർണ്ണവർണ്ണാങ്കിതമാകും. ദേശത്തിലെ പ്രധാന ചേരികളായ കോട്ടപ്പുറവും തെക്കും ഭാഗവും പുറ്റിങ്ങലമ്മയുടെ ഇത്തരം ആചാരങ്ങളിൽ ഭാഗഭാക്കാകുന്നില്ല എന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കും. പുറ്റിങ്ങൽ ദേവസ്വത്തിലെ തെക്കുംഭാഗം കോട്ടപ്പുറം ചേരികൾ ചേരാതിരുന്ന ഒരു പ്രധാന കാര്യം, ഈ അക്കാലത്ത് ജാതി ജന്മി നാടുവാഴികളോട് ഭരണ സംവിധാനമാണ് നിലനിന്നിരുന്നത്. അത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണരിൽ നിക്ഷിപ്തമായിരുന്നു. എന്നാൽ പരവൂരിൽ ബ്രാഹ്മണ മേധാവിത്വം അംഗീകരിക്കുന്ന ഒരു രീതിയില്ലായിരുന്നു. അതുമൂലം ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല
നായർ ജന്മിമാരിൽ നിക്ഷിപ്തമായി. നായർ ജന്മിമാരെ ഒരു കാലഘട്ടത്തിൽ പരവൂരിലെ 32 ചേരികളുണ്ടായിരുന്നു. ആ ചേരികൾ എല്ലാം കൂടി നായർ സമാജം എന്നൊരു സംഘടന രൂപീകരിച്ചു. എന്നാൽ അതിൽ 22 ചേരികൾ മാത്രമേ ഈ സമാജത്തിൽ പങ്കെടുത്തുള്ളൂ. ബാക്കിയുള്ളവർ പുറത്ത് വിട്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്ന ആ കാലഘട്ടത്തിൽ തന്നെ കൊല്ലവർഷം 1063 തെക്കുംഭാഗം കോട്ടപ്പുറം ചേരിക്ക് തുല്യമായ 1/2 അവകാശം സ്ഥാപിച്ചുകൊണ്ട് പുതിയിടം മഹാദേവർ ക്ഷേത്രം ഉണ്ടാക്കി. അത് കാരണം അവർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്ക് ഉള്ള അധികാരവും അവകാശവും എടുക്കാൻ പോയില്ല. ഉത്സവമെന്നാൽ ആവേശത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും കേളികൊട്ട് തന്നെയാണ്. കാഴ്ചയുടെ വിസ്മയം പൂക്കുന്ന പൂരപ്പറമ്പാകും പുറ്റിങ്ങൽ ദേശം. 1-ാം ദിവസം കൊടിയേറി 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ തരം കലാവിരുന്നുകളും ഇവിടെ നടന്നു വരുന്നുണ്ട്. കാണാനും തൊഴാനും നിർവൃതി അടയാനും ജനസഹസ്രങ്ങൾ രാവും പകലും ക്ഷേത്രത്തിലേക്ക് ഒഴുകിപ്പരക്കും. ക്ഷേത്ര മൈതാനത്തോ നിറയെ വേദികൾ, ആട്ടവും കൂത്തും കൊണ്ട് നിറഞ്ഞ വേദികൾ, എങ്ങും എവിടെയും വഴി വാണിഭക്കാരുടെ കൂരകൾ, അതും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കൂട്ടം കൂട്ടമായി എത്തുന്ന പലതരം കച്ചവടക്കാർ. അവരുടെ സംഗമവേദി കൂടിയാണ് പുറ്റിങ്ങൽ മൈതാനം. അങ്ങനെ പത്തരമാറ്റുള്ള പൂരപ്പൊലിമയാണ് മീനഭരണി. ഉത്സവത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം ഗോത്ര ജനതയുടെ കാർഷിക സംസ്കൃതി വിളിച്ചോതുന്ന കരകൗശല വസ്തുക്കളായ വട്ടിയും കുട്ടയും മുറവും പരമ്പായും വിശറിയുമൊക്കെ അടങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരവും വിൽപ്പനയുമാണ്. ഈ പ്രാചീന വീട്ടുസാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഓരോ ഉത്സവ നാളിലും നാട്ടുകാർ രാത്രിയും പകലുമെന്നില്ലാതെ പുറ്റുങ്ങൽ പൂര നഗരിയിൽ എത്തിച്ചേരും. ഈ വിൽപ്പന ഇവരുടെ ഒരവകാശമായി തന്നെ ഇന്നും നിലനിന്നു വരുന്നു. പുറ്റിങ്ങൽ അമ്മയുടെ ഉത്സവ വേദിയിൽ എത്താൻ കൊതിക്കാത്ത കലാകാരന്മാരില്ല. ചെറിയ കലാകാരന്മാർ തൊട്ട് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന കൊച്ചു സംഗീതജ്ഞ ഗംഗാ ശശിധരൻ വരെ പുറ്റിങ്ങൽ അമ്മയുടെ സന്നിധിയിലെത്തി വിസ്മയം തീർത്തുകൊണ്ട് എൻ്റെ നാടിൻ്റെ കലോത്സവ മാമാങ്കത്തിന് മാറ്റുകൂട്ടുന്നു. കടലുപോലെ നീണ്ടുകിടക്കുന്ന ജനാവലിയെ കാഴ്ചക്കാരെ കണ്ട് അത്ഭുതത്തോടെ അരങ്ങത്ത് നിന്ന് പാടുകയും ആടുകയും താളമടിക്കുകയും ചെയ്യുന്ന കലാകാരന്മാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിൽ പുറ്റിങ്ങൽ മീനഭരണി മനസ്സിൽ എന്നെന്നുമുണ്ടാകും. പുറ്റിങ്ങൽ ഉത്സവത്തിൻ്റെ വേദിയിൽ എത്താൻ കൊതിക്കാത്ത കലാകാരന്മാരില്ല. പരിപാടിയിലെ പ്രധാന ഇനം കഥകളിയാണ്. ഇവിടത്തെ കഥകളി ഏറെ പ്രശസ്തമാണ്. കേരളത്തിലെ പ്രശസ്തരായ ഒട്ടുമിക്ക കഥകളി ആശാന്മാരും ഈ മണ്ണിൽ താളം ചവിട്ടിയിട്ടുണ്ട്. പുറ്റുങ്ങലമ്മയുടെ മത്സരക്കമ്പം കേരളക്കരയാകെ കേൾവി കേട്ട കലാരൂപമാണ്. ആകാശത്ത് വർണ്ണം വിസ്മയം സൃഷ്ടിക്കുന്ന കരിമരുന്ന് പ്രയോഗം, പ്രസിദ്ധരായ 2 കരിമരുന്ന് കലാകാരന്മാർ മാറ്റുരയ്ക്കുന്നു. മത്സര കമ്പത്തിനു വേണ്ടിയാണ്
ക്ഷേത്രത്തിന്റെ വടക്കും തെക്കുമായുള്ള കമ്പപ്പുരകൾ. പരവൂരിലെ കമ്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം, പരവൂരിലെ കമ്പമാണ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഈ മത്സര കമ്പത്തെ അല്ലെങ്കിൽ വെടിക്കെട്ട് എന്ന് പറയുന്ന ഈ കമ്പത്തെ ഒരു ചിട്ടപ്പെടുത്തിയെടുത്ത ഏക പ്രദേശം പരവൂരാണ്. മറ്റ് പല പ്രദേശങ്ങളിലും കമ്പം പല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇതിനെ ഇവിടെ 4 ഘട്ടമായി തിരിച്ചു. അന്നിവിടെ മീനഭരണി ഉത്സവാഘോഷ സമിതി, അങ്ങനെ ഒരു സമിതിയും മറ്റൊരു കമ്മിറ്റിയും അന്നിവിടെ പ്രവർത്തിച്ചിരുന്നു. 2 കൂട്ടരും കൂടെയാണ് അന്നിവിടെ ഉത്സവം നടത്തിയിരുന്നത്. അങ്ങനെ മീനഭരണി ദേശീയോത്സവ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് മത്സരക്കമ്പം നടത്തിയിരുന്നത്. അന്ന് ആ സമിതിയുടെ പ്രസിഡൻ്റായിട്ട് കുറേ കാലം എൻ്റെ പിതാവ് ഇരുന്നിരുന്നു. അന്ന് ആ പിതാവിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹവും അന്ന് കമ്പം നടത്താൻ അവരെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന അന്തരിച്ചുപോയ ആരാമ സോമൻ, അതുപോലെ തന്നെ ശ്രീമാൻ ആനന്ദൻ, ശ്രീമാൻ ഗോപി, അങ്ങനെ കുറേ പേര് ചേർന്നുകൊണ്ടാണ് അന്ന് ഈ കമ്പത്തെ ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ തെക്കൻ കേരളത്തിൽ വളരെ ദൂരദേശത്ത് നിന്ന് വരെ ഈ കമ്പം കാണാൻ ആളുകൾ വരുമായിരുന്നു. കാരണം 4 ഘട്ടമായി നടത്തുന്ന ഈ കമ്പത്തെ കുറച്ചുകൂടെ സൗന്ദര്യപരമായി സമീപിക്കാനും ആസ്വദിക്കാനും കഴിയുമായിരുന്നു. ആദ്യം നടത്തുന്ന ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട്, പടക്കവും പെരുക്കവും, മാലപ്പടക്കവും, അതിൻ്റെ കൂട്ടത്തിലിടുന്ന വലിയ ഗുണ്ടുകളും, അതിൻ്റെ ക്ലൈമാക്സിലുണ്ടാകുന്ന വാരി വലിച്ചു കെട്ടിയിട്ടുള്ള പടക്കവും പെരുക്കവും കൂടെയുള്ള ഒരുമിച്ച് ഉള്ള കത്തലും അതിൻ്റെ ഹൂങ്കാര ശബ്ദങ്ങളും ഒക്കെ തന്നെ പരവൂരിനെ പ്രകമ്പനം കൊള്ളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന നിലയമട്ടുകൾ, ആ നിലയമട്ടുകൾ 2ാം ഘട്ടമായിട്ട് അത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം, അതും കഴിഞ്ഞുള്ള വലിയ അമുട്ടുകളുടെ മത്സരം, അവസാനം ഈ കമ്പ ആശാന്മാരുടെ ഇഷ്ടാനുസരണമുള്ള കത്തിപ്പ്. അപ്പോൾ ഈ 4 ഘട്ടങ്ങളിലായിട്ട് നടത്തിയ ഈ മത്സര കമ്പ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് അവർ രാവിലെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. രാത്രി ഏതാണ്ട് 10-11 മണിക്ക് തുടങ്ങുന്ന കമ്പം പലപ്പോഴും വെളുപ്പിന് 6-7 മണിക്കാണ് അവസാനിക്കുന്നത്. 2 വിഭാഗമായി 2 മത്സര കമ്പ ആശാന്മാർ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കരിമരുന്ന് പ്രയോഗം നടത്തുമ്പോൾ അത് കമ്പ പ്രേമികളുടെ ഹൃദയത്തിൽ കുളിര് കോരി ഒഴിച്ചുകൊണ്ടാണ് വെളുപ്പാൻ രാവിലെ സംതൃപ്തിയോടുകൂടിയാണ് ആളുകൾ മടങ്ങുന്നത്. പരവൂർ പുറ്റിങ്ങിലെ മത്സരക്കമ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കാതിരിക്കാൻ വയ്യ. അന്തരിച്ചു പോയ ശ്രീമാൻ ആരാമം സോമൻ്റെ കമൻട്രി, എനിക്ക് തോന്നുന്നു ഫുട്ബോൾ കമൻട്രിയൊക്കെ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ മത്സരക്കമ്പത്തിന് കമൻട്രി ഉണ്ടായത്. അത് പരവൂരിൽ ശ്രീമാൻ ആരാമം സോമനാണ്, അന്തരിച്ചു പോയ ആരാമം സോമനാണ് വളരെ നല്ലൊരു കമൻട്രി. അദ്ദേഹം പറയുന്ന കമൻട്രി കാണികളെയും ആശാന്മാരെയും മത്സരത്തിൽ ആവേശം കൊള്ളിക്കുകയും അതുപോലെ തന്നെ കാണികളിൽ വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു കമൻട്രി ആയിരുന്നു ആരാമ സോമൻ അന്ന് കമ്പത്തിന് നടത്തിയിരുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളെ ഇന്നത്തെ തലമുറ പറഞ്ഞാൽ ഒരുപക്ഷെ അത് എങ്ങനെ എടുക്കുമെന്നറിയാൻ വയ്യ. നമ്മൾ ഗുസ്തി മത്സരം കാണുന്ന പോലെ, നാടകം കാണുന്നത് പോലെ ഒരിക്കൽ കസേരയിട്ട് ഇവിടെ കമ്പം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ എവിടെയെങ്കിലും കസേരയിട്ട് കമ്പം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരവൂര് മാത്രമാണ്. അത് നമ്മൾ ഇന്നത്തെ ആ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഏതാണ്ട് 500ഓളം കസേരകൾ നിരത്തിയിട്ടുകൊണ്ട് ഈ മത്സര കമ്പം കുറച്ചുകൂടി ആളുകൾക്ക് സൗകര്യപ്രദമായി വീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണം നടത്തി. ഈ അപകടം നടക്കുന്ന കാലഘട്ടം വരെ ആ മത്സരത്തിൻ്റെ ആ 4 ഘട്ടമായിട്ടുള്ള മത്സരക്കമ്പം പരവൂർ നടന്നു വന്നു. ആ തെക്കൻ കേരളത്തിനാകെ മാതൃകയായിട്ടുള്ളൊരു കമ്പമായിരുന്നു പരവൂർ പിറ്റിങ്ങൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ മത്സരക്കമ്പം. ഈ കമ്പത്തെക്കുറിച്ചുള്ള ദീപ്തമായ സ്മരണ ഈ പരവൂർ പിറ്റിങ്ങൽ ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്നവർക്ക് മാത്രമല്ല, പരവൂർക്കാർക്ക് മാത്രമല്ല, പരവൂരിൻ്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് അന്ന് വന്ന് കണ്ട ആ കമ്പം കണ്ട മുഴുവൻ ആൾക്കാരുടെ മനസ്സിൽ അതിൻ്റെ ഓർമ്മകൾ തത്തിക്കളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
2016 ഏപ്രിൽ 10 അതിരാവിലെ 3 മണി കഴിയുന്നു. ഉത്സവച്ചമയങ്ങൾ അന്തിമാരവങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് സമൂഹ മനസ്സാക്ഷിയെ കരയിപ്പിച്ച ആ കരിമരുന്ന് ദുരന്തത്തിന് പുറ്റിങ്ങലമ്മയും സാക്ഷിയായത്. പുറ്റിങ്ങൽ മണ്ണിൽ മനുഷ്യ ശരീരങ്ങൾ ചിന്നിച്ചിതറി. ആ മണ്ണ് ചുടുചോരയാൽ കുതിർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കരിമരുന്ന് ദുരന്തം എന്ന ചരിത്രത്താളിലെ കുപ്രസിദ്ധി പുറ്റിങ്ങലമ്മയുടെ തിരുമുടിയിൽ ചാർത്തപ്പെട്ടു. എന്തൊക്കെ തന്നെ ആയാലും കാലത്തിൻ്റെ തേര് ഇനിയും ഉരുളും. ഉത്സവം വരും, കരിമരുന്ന് കലാവിരുന്നും വരും. പുറ്റിങ്ങലമ്മയുടെ ഉത്സവം മഹോത്സവമായി തുടരുക തന്നെ ചെയ്യും. ഇനിയും